യുവതി കാറിടിച്ചു മരിച്ച സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതിയായ യുവതിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് ഈ സംഭവം ഉണ്ടായത്. കറുകച്ചാൽ കൂത്രപ്പള്ളി സ്വദേശിനിയായ പുതുപ്പറമ്പിൽ വീട്ടിൽ നീതു കൃഷ്ണൻ എന്ന 36 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ പ്രതിയായ കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻഷാദിനെ കറുകച്ചാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൂത്രപ്പള്ളി സ്വദേശിനിയായ നീതു ഏതാനും നാളുകളായി കറുകച്ചാൽ വെട്ടിക്കാവുങ്കലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇത് വെട്ടിക്കാവുങ്കൽ പൂവൻപാറ റോഡാണ്. ഈ റോഡിലൂടെ ഇന്നലെ രാവിലെ 8:45 ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിലാണ് യുവതിയെ കാറ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് പിന്നാലെ എത്തിയ ഇന്നോവ കാർ യുവതിയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവിക വാഹന അപകടം മാത്രമാണ് എന്ന തലത്തിലാണ് നാട്ടുകാരടക്കം ഇതിനെ കാണുന്നത്. ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം അമിത വേഗതയിൽ വാഹനം മുന്നോട്ട് നിർത്താതെ ഓടിച്ചു പോവുകയും ചെയ്തു. സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് യുവതിയെ കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുന്നത്. അവിടെ എത്തിച്ചെങ്കിലും യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ കറുകച്ചാൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു. വാഹനാപകടം എന്ന നിലയിലാണ് നാട്ടുകാർ അറിയിച്ചത് എങ്കിലും പോലീസിന് ഈ സ്ഥലത്തെത്തിയപ്പോൾ തോന്നിയ ചില സംശയങ്ങളാണ് പിന്നീട് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് സംഘം ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇതൊരു കൊലപാതകമാകാമെന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ ഈ സംഭവത്തിൽ പ്രതിയായ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും, അദ്ദേഹത്തിനൊപ്പം ഈ കാറിലുണ്ടായിരുന്ന മറ്റൊരാളെയും പോലീസ് ഏതാണ്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: നീതു ഏതാനും നാളുകളായി ഭർത്താവുമായി അകന്ന് താമസിക്കുന്ന വ്യക്തിയാണ്. ഇതിനിടയിൽ ഈ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദുമായി ഇവർ സൗഹൃദം സ്ഥാപിക്കുന്നു. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളടക്കം പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. ഈ സമീപകാലത്ത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇവരുടെ സൗഹൃദത്തിൽ ഒരു വിള്ളൽ സംഭവിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് തന്നെ അൻഷാദിൻ്റെ ഭാര്യയും ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി സൗഹൃദത്തിലാവുകയും ചെയ്തു എന്നും ചില വിവരങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ തർക്കങ്ങൾ കൂടി നിലനിൽക്കുന്ന അവസ്ഥയിൽ നീതുവിനെ ഇല്ലാതാക്കാൻ അൻഷാദ് തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി ഈ ഭാഗത്ത്, ഈ സ്ഥലത്ത്, ഈ പൂവൻപാറ റോഡിൽ ഇന്നോവ കാറിലെത്തിയ അൻഷാദും സുഹൃത്തും കാത്തു നിൽക്കുകയായിരുന്നു. നീതു ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന വഴി, ഇത് വിജനമായ ഒരു റോഡാണ്. തൊട്ട് സമീപത്തായി അധികം ആൾത്തിരക്കൊന്നും ഇല്ലാത്ത ഒരു റോഡാണ്. ഈ വഴിയിലൂടെ നടന്നെത്തിയപ്പോൾ കുറച്ചപ്പുറത്തായി ഇന്നോവ കാറിൽ കാത്തുനിന്ന അൻഷാദ് നീതുവിനെ കണ്ടപാടെ വാഹനം മുന്നോട്ടെടുക്കുകയും അമിത വേഗതയിൽ ഓടിച്ചു വന്ന യുവതിയെ ഇടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരല്പം മുന്നിലേക്ക് മാറി ഒരു പോസ്റ്റിന് താഴേക്കാണ് നീതു വീഴുന്നത്. ഇതിനുശേഷം ഈ വാഹനം ഇവിടുന്ന് അമിത വേഗതയിൽ ഓടിച്ചു പോവുകയും ചെയ്തു. കറുകച്ചാൽ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു സ്വാഭാവിക അപകടമല്ല എന്ന തരത്തിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും, ലഭ്യമായിട്ടുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനം, ഈ ഇന്നോവ കാറ് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വാഹനം നീതുവിനെ ഇടിക്കുന്ന സമയത്ത് വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടി ആയപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അൻഷാദിനെ കുറിച്ച് സൂചനകൾ ലഭിക്കുന്നത്. ഈ അൻഷാദിനൊപ്പം വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളും കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വാടകയ്ക്കെടുത്തതാണ് ഇന്നോവ കാർ എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ഒരു സ്വാഭാവിക വാഹന അപകടം എന്ന നിലയിൽ നാട്ടുകാരടക്കം കണ്ട ഒരു സംഭവം, അതാണ് പിന്നീട് പോലീസിന് തോന്നിയ ചില സംശയങ്ങളെ തുടർന്ന് ഒരു കൊലപാതകമാണ് എന്നൊരു കണ്ടെത്തലിലേക്ക് നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സംഭവത്തിലെ പ്രധാന പ്രതിയായിട്ടുള്ള യുവതിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻഷാദ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെ കൂടി പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.
അങ്ങോട്ട് പോകാം, അവരോട് പോരും.